ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഗയാമി ലഷർ ടൈം. നമുക്കിന്ന് അരിപ്പൊടിയും ചിക്കനൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു അടിപൊളി ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കിയാലോ. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യമേ തന്നെ കടായിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞതിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരു ഗോൾഡൻ നിറം ആകുന്നത് വരെ വഴറ്റിയെടുത്താൽ നല്ലതായിരിക്കും. മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ. ഇനിയും കറിവേപ്പില ഞാൻ കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അതോടിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വീണ്ടും ഇളക്കുന്നുണ്ട്. ഇതിലേക്ക് കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഗരം മസാലയാണ് ഞാൻ ചേർക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർക്കുന്നത്. ചിക്കൻ ഞാൻ ചെറിയ ക്വാണ്ടിറ്റിയാണ് എടുക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ചിക്കന് ഞാനൊരു 200 ഗ്രാം ചിക്കൻ കുക്കറിൽ ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വേവിച്ചിട്ട് മിക്സിയുടെ ജാറിൽ പൾസ് മോഡിലൊന്ന് അടിച്ചെടുത്താണ് കേട്ടോ. അപ്പോൾ അതുകൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക. അപ്പോൾ ചിക്കൻ വേവിക്കാൻ കുറച്ച് ഉപ്പ് ചേർത്തിരുന്നു, എങ്കിലും ഇതിലെല്ലാത്തിനും കൂടി ഉപ്പ് ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് വറുത്ത അരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വറുക്കാത്ത എടുത്താലും കുഴപ്പമില്ല. പാലപ്പത്തിൻ്റെയോ ഇടിയപ്പത്തിൻ്റെ പൊടി എടുത്താൽ മതി. ഇനി 1 കപ്പ് നാളികേരം ചിരകിയതെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ നല്ല ജീരകം, ഒരു 7-8 ചെറിയ ഉള്ളിയും കൂടെ മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് ഈ അരിപ്പൊടിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക. ചെറിയ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് വെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ട് ഇങ്ങനെ ഇളക്കി നോക്കുക. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന പോലെ കുഴച്ചെടുക്കാം. ഇനിയിപ്പോൾ ഞാൻ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്ന പോലെ ചെറിയ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു അളവിൽ ഒരു 10 ബോൾസ് നമുക്ക് കിട്ടും. ഇനി നമുക്ക് കയ്യിൽ കുറച്ച് എണ്ണ തടവിന് ശേഷം ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് പരത്തിയെടുക്കുക. അതിനകത്തേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് എല്ലാ സൈഡും ഇതേപോലെ ചുറ്റിച്ച് നമുക്കത് റൗണ്ട് ചെയ്ത് വീണ്ടും നമുക്ക് ചെറിയ രീതിയിലൊന്ന് കൈകൊണ്ട് തന്നെ പ്രസ് ചെയ്തെടുത്താൽ മതി. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു അളവ് എടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കുന്നതായിരിക്കും ഒന്നുകൂടെ ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം. ഒരു 2-3 സെക്കൻഡ് കഴിഞ്ഞ് നമുക്ക് ഇതേപോലെ ഇങ്ങനെ ഒന്ന് ഇട്ട് എണ്ണ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്താൽ കുറച്ചൊന്ന് വീർത്ത് വരും കേട്ടോ. നമ്മൾ പൂരിയൊക്കെ ഉണ്ടാക്കിയില്ല അതുപോലെ തന്നെ, അതുപോലെ വീർത്ത് വരികയില്ല, എന്നാലും നല്ലതായിട്ടൊരു ക്രിസ്പിനെസ് കിട്ടും, എന്നാലും നല്ല സോഫ്റ്റും ആയിരിക്കും. അപ്പോൾ മീഡിയം തീയിലിട്ടിട്ട് വേണം ഇങ്ങനെ നമുക്ക് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ നല്ലൊരു ഗോൾഡൻ നിറം ആകുമ്പോഴേ നമുക്ക് വറുത്ത് കോരാവുന്നതാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. സ്കൂളിൽ നിന്നൊക്കെ വിട്ട് വരുമ്പോൾ കുട്ടികൾക്ക് ഇത് ഉണ്ടാക്കി കൊടുത്താൽ മതി, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.